ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി ആണ് എടുക്കാൻ പോണത്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ 11th ചാപ്റ്റർ ആണ് ഗ്രാവിറ്റേഷൻ. 11th ചാപ്റ്റർ ആണ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എർത്ത് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ബോൾ പോലെയാണ്. ആ ബോളിന് പുറത്താണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആലോചിക്കാം അല്ലേ, ഇങ്ങനെ ചുറ്റും ചുറ്റും നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ട് നമ്മൾക്ക് ഒരു വീഴ്ചയോ അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത്. അത് നമുക്കറിയാം, എന്താണ്? ഭൂഗുരുത്വം കൊണ്ടാണ്, ഗ്രാവിറ്റി കൊണ്ടാണ്. ഭൂമി നമ്മുടെ മേലൊരു ബലം പ്രയോഗിക്കുന്നുണ്ട്. ആ ബലം കൊണ്ടാണ് നമുക്കങ്ങനെ നിൽക്കാനായിട്ട് കഴിയുന്നത്. അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും തമ്മിൽ, ഈ യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്റ്റുകളും തമ്മിൽ എന്താണ്? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. എല്ലാ ഒബ്ജക്റ്റുകളും തമ്മിൽ എന്താണ്? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആ രണ്ട് ഒബ്ജക്റ്റുകളുടെ, ഇപ്പോൾ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ രണ്ട് ഒബ്ജക്റ്റുകളുടെ മാസുകളുടെ ഗുണനഫലം, അല്ലെങ്കിൽ മാസുകളുടെ ഗുണനഫലത്തിനും മൾട്ടിപ്പിൾ ഓഫ് മാസ് ഓഫ് ദീസ് ടു ഒബ്ജക്ട്സ്, അതേപോലെ തന്നെ എന്താണ്? അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ആ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള റേഡിയസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. മാസിൻ്റെ മൾട്ടിപ്ലൈക്ക് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണലും അവർ തമ്മിലുള്ള ആ റേഡിയസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആണ്. അതായത് രണ്ട് കാര്യം മാസ് കൂടിക്കഴിഞ്ഞാൽ എന്താണ്? അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. രണ്ട് പേരുടെയും അവർ തമ്മിൽ കുറച്ച് അകലത്തിലാണ്, ദൂരെയാണെങ്കിൽ അവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കിയേ, എവരി പാർട്ടിക്കിൾ ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവരി അതർ പാർട്ടിക്കിൾസ് വിത്ത് എ ഫോഴ്സ്. ഒരു ബലം കൊണ്ട് അവർ തമ്മിൽ അട്രാക്റ്റ് ആവുന്നുണ്ട്. ദിസ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ്. അത് മൾട്ടിപ്ലൈ ആണ് പറയണത്. പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അവരുടെ മാസിൻ്റെ പ്രോഡക്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആയിരിക്കും. ഇതാണ് ഗ്രാവിറ്റേഷണൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ സർ ഐസക് ന്യൂട്ടൺ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രൊപ്പോർഷണാലിറ്റി കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് അതിനെ ക്യാപിറ്റൽ ജി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ ഫിക്സഡ് ആണ്. 6.67 × 10⁻⁻11. 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പ്ലസ് കിലോഗ്രാം സ്ക്വയർ. ഇതാണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ വാല്യൂ നോക്കാം, ജിയുടെ വാല്യൂ നോക്കി വയ്ക്കാം. ഇനി അടുത്താണ് എന്ത്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇപ്പോൾ തമ്മിലുള്ള അട്രാക്ഷൻ പോലെ തന്നെ എന്താണ്? ഭൂമി നമ്മുടെ മേലൊരു അട്രാക്ഷൻ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വം എന്ന് പറയുന്നത്. അതിന് നമ്മൾ സ്മോൾ ലെറ്റർ ജി കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെയാണ്? സ്മോൾ ലെറ്റർ ജി. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഈ വാല്യൂ ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെയല്ല. ഇതാണ് നോർമൽ വരുന്നത്. പക്ഷേ ഇക്വേറ്ററിൽ ഇതിൻ്റെ വാല്യൂ 9.8-നേക്കാളും കുറവായിരിക്കും. പോളാർ റീജിയൻസിൽ ഇത് കൂടുതലായിരിക്കും. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. അങ്ങനെ 3 കാര്യങ്ങൾ. നോർമൽ വാല്യൂ എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് മാസും വെയ്റ്റും. നമ്മൾ നേരത്തെ ഗ്രാവിറ്റേഷണൽ ലോ പറഞ്ഞപ്പോൾ അതിൽ മാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് ഈ മാസും വെയ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്? മാസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിലുള്ള അല്ലെങ്കിൽ ഒരു ഇതിലുള്ള മാറ്ററിൻ്റെ അളവാണ്. എന്തുമാത്രം മാറ്റർ ഉൾക്കൊള്ളുന്നുണ്ട് അതാണ് മാസ് എന്ന് പറയുന്നത്. അതൊരിക്കലും മാറില്ല, അത് കോൺസ്റ്റൻ്റ് ആണ്.
പക്ഷെ വെയിറ്റ് എന്ന് പറയുന്നത് ഇതേ മാസിൽ നമ്മൾ ഗ്രാവിറ്റി പ്രയോഗിക്കുമ്പോൾ വരുന്നതാണ് എന്ത് വെയിറ്റ് എന്ന് പറയുന്നത്. ഗ്രാവിറ്റിയുടെ വ്യത്യാസത്തിനനുസരിച്ച് നമ്മുടെ വെയിറ്റും വ്യത്യാസപ്പെടാം. നോർമലി എന്താണ് നമ്മുടെ മാസിൻ്റെ കൂടെ 9.8 ഇൻറ്റു ചെയ്യുന്നതാണ് നമ്മുടെ വെയിറ്റ്. ഇനി ഇതേ ആൾ സെയിം മാസുള്ള ആൾ ഇക്വേറ്ററിൽ പോയി കഴിഞ്ഞാൽ എന്താണ് ആളെ വെയിറ്റ് കൂടും, കാരണം ഗ്രാവിറ്റിയുടെ വാല്യൂ കൂടും. ഇതേ കുറയും ഇക്വേറ്ററിൽ. പോൾസിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആളുടെ വെയിറ്റ് കൂടും, കാരണം എന്താണ് ഗ്രാവിറ്റി കൂടും. അപ്പോൾ ഗ്രാവിറ്റിക്ക് അനുസരിച്ച് വെയിറ്റ് വ്യത്യാസപ്പെടും, മാസ് ഒരിക്കലും മാറില്ല. അപ്പോൾ വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വെയിറ്റ് W ഇസ് ഈക്വൽ ടു mg. എം എന്ന് പറയുന്ന മാസ്, ജി എന്ന് പറയുന്ന ഗ്രാവിറ്റി. ഗ്രാവിറ്റിയുടെ വാല്യൂ അറിയാം 9.8. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കണക്ക് വരികയാണെങ്കിൽ ഈ 9.8 എന്നുള്ളത് നമുക്ക് റൗണ്ട് ചെയ്തിട്ട് 10 ആക്കി എടുത്ത് കണക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ബൊയൻ്റ് ഫോഴ്സ് ആണ്. ബൊയൻസി അല്ലെങ്കിൽ ബൊയൻ്റ് ഫോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഏതെങ്കിലും ഒരു ലിക്വിഡുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു ലിക്വിഡിലേക്ക് നമ്മളൊരു ഒബ്ജക്റ്റ് ഫുള്ളി അല്ലെങ്കിൽ പാർഷ്യലി നമ്മൾ ഇമേഴ്സ് ചെയ്യുമ്പോൾ മുക്കി വയ്ക്കുന്ന സമയത്ത് ആ ലിക്വിഡ് ആ ഒബ്ജക്റ്റിന് എതിരെ പ്രയോഗിക്കുന്ന ഒരു ബലമുണ്ട്, ഒരു ഫോഴ്സ് ഉണ്ട്. അതിനെയാണ് എന്ത് പറയുക ബൊയൻ്റ് ഫോഴ്സ് എന്ന് പറയാം. ഏതെങ്കിലും ഒരു ലിക്വിഡിലേക്ക് ഒരു ഒബ്ജക്റ്റ് മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഫുള്ളി അല്ലെങ്കിൽ പാർഷ്യലി ഇമേഴ്സ് ചെയ്യാന്ന് പറയുമ്പോൾ മുക്കി വയ്ക്കുന്ന സമയത്ത് ആ ലിക്വിഡ് എന്താണ് ആ വസ്തുവിനെതിരെ ഓപ്പോസിറ്റായിട്ട് പ്രയോഗിക്കുന്ന ഒരു ഫോഴ്സിനെയാണ് എന്ത് പറയുക ബൊയൻ്റ് ഫോഴ്സ് എന്ന് പറയാം. When an object is immersed in a fluid, it experience an upward force. അതായത് ഒരെണ്ണം മുക്കി വയ്ക്കുന്ന സമയത്ത് ഈ വാട്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ് എന്താണ് മുകളിലേക്ക് ഈ മുക്കുന്ന സാധനത്തിനെതിരെ മുകളിലേക്ക് അപ്വേർഡ് ഫോഴ്സ് വിച്ച് ഈസ് നോൺ ആസ് ബൊയൻ്റ് ഫോഴ്സ്. മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് എന്ത് ബൊയൻ്റ് ഫോഴ്സ്. ഇനി നമുക്കിതിൽ നോക്കാനുള്ളത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആരാണ്? ആർക്കിമിഡീസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കറിയാലോ യുറേക്ക എന്ന് പറയുന്നത്. അതായത് ഈ ബൊയൻ്റ് ഫോഴ്സ് എത്രയാണ് എന്ന് കണക്ക് കൂട്ടാനാണ് ഈ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ചെയ്യുന്നത്. അതായത് ഇങ്ങനെ വരുന്ന ഈ ബൊയൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു സാധനം ഫുള്ളി അല്ലെങ്കിൽ പാർഷ്യലി മുക്കി വയ്ക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ഫ്ലൂയിഡ് പുറത്തേക്ക് ഒഴുകും അല്ലേ? ആ പുറത്തേക്ക് ഒഴുകുന്ന ആ ഫ്ലൂയിഡിന് ഈക്വൽ ആയിരിക്കും എന്ത് അവിടെ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ള ബൊയൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റ് ഒരു ഫ്ലൂയിഡിലേക്ക് പാർഷ്യലിയോ അല്ലെങ്കിൽ ഫുള്ളിയോ എന്താണ് ഇമേഴ്സ് ചെയ്യുമ്പോൾ അവിടെ നിന്നും പുറത്തേക്ക് പോകുന്ന ഫ്ലൂയിഡ് ആ ഫ്ലൂയിഡിന് ഈക്വൽ ആയിരിക്കും എന്ത് അവിടെ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ള ബൊയൻ്റ് ഫോഴ്സ്. ഇതാണ് ആർക്കിമിഡീസ്. When a body is immersed fully or partially in a liquid അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ്, it undergoes an apparent losses in its weight which is equal to the weight of the liquid displaced by the body. അതായത് ഇതിൽ നിന്ന് പോയിട്ടുള്ള വെള്ളം അല്ലെങ്കിൽ ആ ഫ്ലൂയിഡിൻ്റെ അളവിന് ഈക്വൽ ആണ് അവിടെയുള്ള ബൊയൻ്റ് ഫോഴ്സ്. ഇതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഈ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഉള്ള അല്ലെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തേന്ന് പറയുന്നത് ഈ കപ്പലിൻ്റെ ഒക്കെ ഷേപ്പ് അങ്ങനെ ഒരു ഷേപ്പ് ആക്കുന്ന എന്താണ് അത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളാണ്. അതേപോലെ ലാക്ടോമീറ്റർ, ഹൈഡ്രോമീറ്റർ, ഇതൊക്കെ അതായത് ഒരു ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോമീറ്റർ, പാലിൻ്റെ പ്യൂരിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ലാക്ടോമീറ്റർ ഒക്കെ എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വൺ വേർഡൊക്കെ എടുത്ത് നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് ലാക്ടോമീറ്റർ എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ ഓഫ് ഹൈഡ്രോമീറ്റർ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. ഇത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ആകെ എന്താണ് ഗ്രാവിറ്റേഷണൽ ലോ, എന്താണ് ഗ്രാവിറ്റി, അതേപോലെ തന്നെ ഈ ഫ്ലൂയിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആർക്കിമിഡീസ് പ്രിൻസിപ്പിളും ബൊയൻ്റ് ഫോഴ്സും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. നല്ല പോലെ വായിച്ച് മനസ്സിലാക്കി പഠിക്കാം. താങ്ക് യു.